ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ജനറൽ അനസ്തീഷ്യയാണ്. ജനറൽ അനസ്തീഷ്യയിൽ നമ്മളൊരു വായിൽ കൂടെ ട്യൂബ് ഇടും. അതിന് ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന ട്യൂബ് എന്ന് പറഞ്ഞാൽ ഐജെല്ലാണ്. ഐജെല്ലിൽ നമുക്ക് ലാപ്രോസ്കോപ്പി വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാം. പിന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇതാണ് വെൻറ്റിലേറ്റർ. അത് അനസ്തീഷ്യ വെൻറ്റിലേറ്ററിലുള്ള പാരാമീറ്റേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഐജെല്ലിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ജനറൽ അനസ്തീഷ്യയിൽ നമ്മൾ വരുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ട്യൂബ് എടുക്കാം. പേഷ്യൻ്റിന് സ്ട്രഗിൾസ് ഒന്നും കാണത്തില്ല. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് പേഷ്യൻ്റ് കിടക്കുന്നത്. നമുക്ക് ട്യൂബ് എടുക്കുന്ന സമയത്തും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമ്മൾ മേളിൽ നിന്ന് വെച്ച് മാസ്ക് കൊടുക്കുന്നത് തന്നെ വായിൽ കൂടെ അകത്തൂടെ ഒരു മാസ്ക് പോലത്തെ ഒരു ഡിവൈസാണ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സുകളാണ്. അനസ്തീഷ്യയിലെ നല്ല പുരോഗതിയെ കാണിക്കുന്ന ഒരു രീതികളാണ് ഇതൊക്കെ. നല്ല ഇൻഫർമേഷനാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ടെക്നീഷ്യൻസോ അനസ്തീഷ്യയിൽ വർക്ക് ചെയ്യുന്നവരോ പാരാമെഡിക്കൽ സ്റ്റാഫിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ, ജനറൽ അനസ്തീഷ്യപരമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. എൻ്റെ വിദഗ്ധമായിട്ടുള്ള മറുപടികൾ തരുന്നതായിരിക്കും. അപ്പം സർജറി കഴിഞ്ഞു ഇപ്പോൾ ട്യൂബ് എടുക്കുന്ന പ്രൊസീജിയറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിട്ട പോലെ തന്നെ ട്യൂബ് എല്ലാ അനസ്തീഷ്യ പ്രോസസ്സും റിവേഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ട്യൂബ് തിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം സക്ഷനിങ് ഒക്കെ ചെയ്ത് പതിയെ പേഷ്യൻ്റ് കോൺഷ്യസ് ആണെന്നൊക്കെ ചെക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും പേഷ്യൻ്റെ എല്ലാ കോൺഷ്യസ്നെസ് ചെക്ക് ചെയ്യുന്ന കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അതെല്ലാം മീറ്റ് ചെയ്ത് നമ്മൾ നോക്കിയതിന് ശേഷം ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ ട്യൂബ് എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ പേഷ്യൻ്റ് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ അസസ് ചെയ്യുന്നത്. അനസ്തീഷ്യൻ്റെ ജോലിയാണ് ഇതെല്ലാം. അപ്പോൾ അനസ്തീഷ്യ എന്ന് പറയുന്നൊരു വലിയ സമുദ്രം പോലത്തെ സബ്ജക്റ്റാണ്. ഒരുപാട് കാര്യങ്ങൾ